പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Praise the Lord. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर की अति पवित्र नाम की महिमा होने पाए. ഈ പകൽക്കാലം അല്പസമയം ദൈവവചനവുമായി ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. परमेश्वर का वचन लेकर थोड़ी समय परमेश्वर की उपस्थिति में आने के लिए परमेश्वर अवसर दिया, इसलिए परमेश्वर को धन्यवाद देना चाहता हूँ. ഇങ്ങനെ ഓൺലൈനിലൂടെ ദൈവവചനം സംസാരിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നതായ ഏലോഹീം ഗ്ലോബൽ മിനിസ്ട്രിക്ക് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അലക്സാണ്ടർ കോശിക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ऐसा ऑनलाइन में वचन प्रचार करने के लिए अवसर बना के दिया एलोहीम ग्लोबल मिनिस्ट्री के लिए और पास्टर अलेक्सांडर कोशी के लिए भी मैं धन्यवाद देना चाहता हूँ. ഓൺലൈനിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ऑनलाइन के द्वारा हमको सुनने वाला तमाम प्रियों को प्रिय यीशु मसीह के नाम से मैं धन्यवाद देना चाहता हूँ. അല്പസമയത്തെ വേദാധ്യാനത്തിനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സ്വീകരിക്കുകയാണ്. थोड़ा समय वचन मनन करने के लिए यूहन्ना की सुसमाचार 16 अध्याय की 33 आयत की ओर आपको लेके जाना चाहता हूँ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. संसार में तुम्हें क्लेश होता है, परंतु टाटस बांधो, मैं संसार को जीत लिया है. In this world you have a tribulation, but be of good cheer, I have overcome the world. संसार में तुम्हें क्लेश होता है, परंतु टाटस बांधो, मैंने संसार को जीत लिया है. ഈ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഞാനൊന്ന് കൊണ്ടുവരുവാനായിട്ട് इस ആഗ്രഹിക്കുകയാണ്. समय की ओर आपकी ध्यान को मैंने लेके जाना चाहता हूँ. നമ്മളായിരിക്കുന്ന ഈ 2020 ലോക ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് മായ്ച്ചു കളയുവാൻ പറ്റാത്ത ഒരു വർഷമായി എഴുതപ്പെടുവാൻ സാധ്യതയുണ്ട്. हम इस 2020 साल दुनिया की इतिहास की पन्ने में से कभी मिटा नहीं सकते हैं, इतिहास में लिखित ही रहेंगे. കാരണം മറ്റൊന്നുമല്ല, कारण दूसरा कुछ नहीं है. ഒരു ചെറിയ വൈറസ് കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു, ഇനിയും നഷ്ടപ്പെടുവാൻ സാധ്യതയുമുണ്ട്. एक छोटा सा वायरस के कारण लाखों लोगों का मृत्यु हो गया है और भी होने का संभावना है. ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു പരിഹാരത്തിന് വേണ്ടി രാഷ്ട്രവും ലോകവും നേതാക്കന്മാരും ഒക്കെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. इसके लिए इसमें से एक छुटकारा के लिए दुनिया के नेता लोग सब लोग मिलकर बहुत मेहनत कठिन परिश्रम करते आ रहे हैं. ശാസ്ത്രലോകം ദിനരാത്രങ്ങൾ അഹോരാത്രം അവര് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. वैज्ञानिक लोग दिन रात इसके लिए मेहनत करते आ रहे हैं. ആരുടെയും കൈകളിൽ ഒതുങ്ങാതെ നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ ദിവസങ്ങളിൽ अभी സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. तक किसी को ये बांध नहीं सकते है, वैसा परिस्थिति में आ गया है. എന്തോ ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ എല്ലാവരും വളരെ ഭാരപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. क्या कर सकता हूँ सोच कर सब लोग बड़ी चिंता में पड़ा है. अभी എന്നാൽ അവർക്കതിന് ലഭിച്ച ഒരു ഉപാധി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറയുന്നു, നിങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിലൂടെ അകൽച്ച പാലിച്ച് നിൽക്കണമെന്നതിനെ കുറിച്ചാണ് നമുക്ക് ഗൈഡൻസ് തരുന്നത്. इसलिए सब लोगों को यही हल बोलते हैं कि सोशल डिस्टेंस करके दूर रहो करके एक हल हमको बता के दे रहे हैं. ഒന്നുകൂടി സരളമായി പറഞ്ഞാൽ, थोड़ा सा सरल रूप में बोला तो ആരും അടുത്ത് വരരുത്, എല്ലാവരും ദൂരെ നിൽക്കണമെന്ന് അധികാരികൾ നമ്മളോട് പറയാ. कोई भी पास में नहीं है आना, सब लोग दूर रहो करके अधिकारी हमको सिखा रहे हैं, बता रहे हैं. വളരെ വേദനയോടും ഭാരത്തോടും ദുഃഖത്തോടും ഒരുപക്ഷെ ആയിരിക്കുന്ന ഒരു ജനം അവന്റെ ദുഃഖവും ഭാരവും ഒക്കെ ഒന്ന് പറയുവാനോ അതിലൊരു ആശ്വാസം കണ്ടെത്തുവാനോ ആഗ്രഹിച്ച് ആളുകളായിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ആരും വരാതെ എല്ലാവരും ദൂരെ നിൽക്കുന്നത് കാണുമ്പോൾ
അകത്തു വേദന ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. कुछ लोग शादी के लिए समाधान के लिए अपना परेशान होकर चलते समय हमें लोग बोलते दूर दूर रहो, लेकिन प्रभु यीशु मसीह अपने पास आने के लिए बोल रहे हैं. എല്ലാവരും നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, सब लोग हमको दूर करते आ रहे, तब എല്ലാവരും നമ്മെ മാറ്റി നിർത്തുമ്പോൾ, सब लोग हमको दूर करने के लिए चाहते, तब ഈ ലോകത്തിൽ ഒരേ ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുവീനും. दुनिया में एक ही व्यक्ति बोला है तुम मेरे पास आओ करके. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു. 11-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു. मत्ती की सुसमाचार 11वें अध्याय की 28वीं आयत में यीशु मसीह वैसा बताया, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുവിനെന്ന്. हे परिश्रम करने वालों लोग और बोझ से दबे हुए लोग मेरे पास आओ, ഇന്ന് പകൽ കാലം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, आज दिन की समय मुझे सुनने वाला परमेश्वर की बच्चों, സകല പ്രശ്നങ്ങളുടെയും പരിഹാരം യേശുവിന്റെ പാദപീഠം മാത്രമാണെന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. सारे विषय के लिए एक हल परमेश्वर की उपस्थिति में ही मिलते हैं. ആമീൻ. ഇവിടെ നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരാം. इधर हम पढ़ा हुआ इस आयत की ओर हम आएंगे. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ ഇവിടെ വായിക്കുവാൻ തക്കപടിയായിട്ട്. यूहन्ना की सुसमाचार 16वीं अध्याय की 33 आयत हम इधर पढ़ चुका था. അവിടെ ശിഷ്യന്മാരോടാണ് യേശു ഈ വിഷയം പറഞ്ഞത്. उधर चेले लोगों से यीशु मसीह ने इस बात कहा था. യേശു അവരോട് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. यीशु मसीह उनको बताया दुनिया में तुमको क्लेश है, ആമേൻ. എങ്കിലും ധൈര്യപ്പെടണം, तो भी ढाढ़स बांधो, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. मैं संसार को जीत लिया है. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ, यूहन्ना की सुसमाचार 14वीं आयत से हम पढ़ेगा तो യേശു വിളിച്ച് തന്റെ ശിഷ്യന്മാരാക്കിയ ഈ പ്രിയപ്പെട്ടവരെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി ചില കാര്യങ്ങൾ യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. यीशु ने बुलाकर अलग किया हुआ इस चेले लोगों को हिम्मत दिलाने के लिए यीशु मसीह उनको कुछ बात बता के देते हैं. ആമീൻ. യേശു ഈ ലോകം വിട്ട് തന്നെ അയച്ച പിതാവിന്റെ അടുത്തേക്ക് പോകുക എന്നുള്ള ആ യാഥാർത്ഥ്യം യേശുവിന് അറിയാമായിരുന്നു. यीशु मसीह इस दुनिया छोड़कर अपने पिता के पास जाएगा, उस बात यीशु मसीह को मालूम था. അത് വളരെ പതിയെ പതിയെ അവരെ പറഞ്ഞ് കർത്താവെന്ന് മനസ്സിലാക്കി കൊണ്ടുവരികയാണ്. उनको धीरे धीरे इस बात चले लोगों को बोलकर समझा के आ रहे थे यीशु मसीह. പക്ഷേ അവർക്കത് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരുന്നു. लेकिन उनको वो अंगीकार करने के लिए थोड़ा मुश्किल पड़ा. കാരണം അവർ പ്രതീക്ഷിച്ചത് മറ്റു പലതുമാണ്. उन लोग यही दूसरा कई बात उन लोग आशा रखते थे. ഗുരു ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും, गुरु हमारे साथ हमेशा रहेगा, ഞങ്ങളുടെ ജീവിതത്തിൽ അത് എന്നും ഒരു അനുഗ്രഹമായി മാറപ്പെടും, हमारे जीवन में हमेशा के लिए एक आशीष के कारण हो जाएगा. ഇങ്ങനെ ഒരു വിഷയം അവർ ഒരിക്കലും ചിന്തിച്ചതല്ല. ऐसा एक बात वो कभी भी उनके मन में सोचा भी नहीं था. ആമേൻ. ഇത് അറിയാവുന്ന യേശു ഇത് സംഭവിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കി അവരെ ധൈര്യപ്പെടുത്തുകയാണ്. ये बात जिसको यीशु मसीह को मालूम था, इसे संभव होने से पहले उनको हिम्मत दिलाकर उनको समझाया था. ആമേൻ. 14, 15, 16 അധ്യായങ്ങൾ ഈ കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി യേശു അവരെ പഠിപ്പിക്കുന്നുണ്ട്. 14, 15, 16 अध्याय में स्पष्ट रूप में यीशु मसीह उनको ये बात बता के आ रहे हैं. ആമേൻ. 16ന്റെ അവസാന വാക്യത്തിലാണ് അവർ പറയുന്നത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. 16वीं अध्याय 16वीं अध्याय की आखिरी में बताते हैं मैं संसार को जीत लिया है. ഈ ലോകത്തെ നിങ്ങളും ജയിക്കാൻ പറ്റുമെന്നേ. इस दुनिया को, इस संसार को हम भी जय पा सकते हैं. ആമേൻ. നിങ്ങൾ ലോകത്തെ ജയിക്കുവാൻ വേണ്ടുന്ന ചില കാര്യങ്ങൾ തിരുവചനത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. संसार के ऊपर जैसे जय पाना है, इस बात के लिए परमेश्वर के वचन के अंदर कुछ बात हमको बता के देते हैं. ആമേൻ. ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷമായിട്ട് 17-ാമത്തെ അധ്യായത്തിൽ യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് ये കഴിയും. सब बात चेले लोगों को सिखाने के बाद 17वीं अध्याय में यीशु मसीह चेले लोगों के लिए एक प्रार्थना कर रहे हैं. ആമേൻ. ഒരു ദൈവ പൈതൽ
തന്റെ ജീവിതത്തിൽ തളർന്നു പോകുന്ന പല മണ്ഡലങ്ങളുമുണ്ട്. एक परमेश्वर की संतान कहीं ना कहीं कुछ समस्या उनके जीवन में आते हैं, निराश होते हैं. നമ്മുടെ പ്രതീക്ഷകളൊക്കെ നാം ആഗ്രഹിക്കുന്നതിന് വിരോധമായി വരുമ്പോഴാണ് നാം നിരാശപ്പെടുന്നത്. कभी कभी हमारा इच्छा के विरोध आते हैं, तब हमारा जीवन में निराश होते हैं. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും കണ്ട് അവർ ഭയപ്പെടുവാൻ സാധ്യതയുണ്ട്. उनके जीवन में आने वाला समस्याओं को देखकर उन लोग भी कभी डर जाते हैं. എന്നാൽ ഇവിടെ യേശു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞവരെ പഠിപ്പിച്ചു, മനസ്സിലാക്കി. यीशु मसीह सब बातों उनको समझा के सिखाया. എന്നിട്ടും അവർ അങ്ങോട്ട് അത്രയൊന്നും തയ്യാറായിട്ടില്ല എന്നാണ് എന്റെ ധാരണ. लेकिन इतना बोला तो भी उनका मन उतना तैयार नहीं हुआ. നമുക്കറിയാം, യേശു ഈ താണലോകത്തിലേക്ക് വന്ന് സുവിശേഷം ആയിരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കവടിയായി. यीशु मसीह इस दुनिया में आकर सुसमाचार बहुत लोगों को दुनिया को बता के दिया. ആയിരങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നത് കാരണം हजारों लोग यीशु मसीह के ऊपर विश्वास किया. इसलिए യഹൂദന്മാരും മതനേതാക്കന്മാരും യേശുവിന് വിരോധമായി മാറുവാനിടയായി. यहूदी लोग और महायाजक लोग यीशु मसीह के विरोध खड़ा होने लगा. അവരൊക്കെ അന്വേഷിച്ചു കൊണ്ടിരുന്നു യേശുവിനെ എങ്ങനെയും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണമെന്ന്. उन लोग सब ऐसा अवसर देखते रहा कि यीशु मसीह को कैसे भी नाश करे. അതിനുള്ള അവസരം അവരിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവർക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. उनके ऐसा अवसर के लिए उनको खोजते रहा, लेकिन उस अवसर उनके सामने आ गया. ഇങ്ങനെ ഒരു വിഷയം ഒരിക്കലും ശിഷ്യന്മാർ പ്രതീക്ഷിച്ചതല്ല. ऐसा एक परिस्थिति अवसर का ये चेले लोग कभी उनके मन में आया भी नहीं था. എന്നാൽ ഈ യഹൂദന്മാര് എല്ലാവരും കൂടെ ചേർന്നിട്ട്, അല്ലെങ്കിൽ പരീശന്മാര്, ശാസ്ത്രിമാരും യഹൂദന്മാരെല്ലാം കൂടെ ചേർന്ന് യേശുവിനെ ക്രൂശിക്കുവാൻ ഇടയായി. ये यहूदी लोग, महायाजक लोग सब मिलकर यीशु मसीह को क्रूस पर मारा डाला. ഈ സമയത്ത് ശിഷ്യന്മാര് എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ അവരെ ചിതറിപ്പോകുവാൻ ഇടയായി തീർന്നു. इस समय चेले लोग क्या करेगा सोचकर उधर तितर बितर होने लगा. അവരുടെ ജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ ആയി തീരുമെന്ന് അവര് ചിന്തിച്ച് അവരെ ഭയപ്പെടുവാനിടയായി. उनकी जीवन की आगे का बात क्या होगा, कैसे होगा, ये बात सोचकर उन लोग चिंता में पड़ गया. കാരണം മറ്റൊന്നുമല്ല, कारण दूसरा कुछ नहीं है. യേശു ഈ ശിഷ്യന്മാരെയൊക്കെ വിളിക്കുമ്പോൾ यीशु मसीह चेले लोगों को बुलाते समय യേശുവിന്റെ ഈ പ്രഭാഷണമൊക്കെ കേട്ട് ആകർഷിക്കപ്പെട്ട് അവരെ കർത്താവിന്റെ അടുത്തേക്ക് വരുവാനിടയായി. यीशु मसीह का समाचार सुनकर, बात सुनकर यीशु मसीह के पास आने लगा. അവര് കർത്താവിനെ വിശ്വസിച്ചിട്ട് उन लोग का यीशु मसीह के ऊपर विश्वास करके കർത്താവ് പറഞ്ഞതുപോലെ അവരെ ചെയ്യുവാൻ തക്കവടിയായി. यीशु मसीह जैसे बताया वैसा करने के लिए शुरू किया. അവൻ അവരോട് പറഞ്ഞു, പടകും വലയും വിട്ട് എന്നെ അനുഗമിക്കുക. उनको बोला, नाव और जाल छोड़कर मेरे पीछे हो लो. എല്ലാം അവർ കളഞ്ഞിട്ട് യേശുവിനെ അനുഗമിച്ചു. അത് അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിന് കാരണമായി. सब कुछ बात छोड़कर यीशु मसीह के पीछे होने लगा. उनके जीवन में एक आनंद की बात था. എന്നാൽ ഇങ്ങനെ ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ऐसे एक परेशानी की अवस्था उनके जीवन में होएगा करके कभी भी उन लोग सोचा भी नहीं था. ഇപ്പൊ പ്രസന്റ് കണ്ടീഷൻ, അതായത് യേശുവിന്റെ മരണം കഴിഞ്ഞുള്ള ആ സമയം, यीशु मसीह के मृत्यु के बाद उस समय അവരുടെയും ജീവൻ പോകുമോ, നഷ്ടപ്പെടുമോ, അവരും മരിക്കുമോ എന്ന ഒരു ഭയം അവരുടെ ഉള്ളത്തിൽ ആയിരിക്കുകയാണ്. उनका भी जीवन के लिए खतरा है कि समय सोचकर उन लोग डर के मारे में था. अभी ഇന്ന് നമ്മുടെ ലോകത്തില് ഈ വൈറസിനെ ഭയപ്പെട്ട് നമ്മളും ഒക്കെ ആയിരിക്കുന്നത് പോലെ आजकल ये दुनिया में ये वायरस के बारे में हम भी डर के मारे बैठे हैं. वैसा നാളെ എന്തു സംഭവിക്കും നമുക്കും അറിയത്തില്ല. कल के दिन क्या होने वाला है हमको भी मालूम नहीं. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നത് നാം ഒരിക്കലും ചിന്തിച്ചു. हमारा समय में ऐसा एक बात होएगा करके कभी भी सोचा भी नहीं था. പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കി. लेकिन मुझे सुनने वाला परमेश्वर की बच्चों एक बात हम समझना है कि ദൈവം അറിയാതെ ഒന്നും ഈ ഭൂമിയിലും
ആരുടെയും ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. परमेश्वर की जानकारी के बिना दुनिया में कुछ भी नहीं, हमारा जीवन में कुछ भी नहीं होते हैं करके परमेश्वर की वचन हमको सिखाते हैं. എന്നാൽ യേശു ശിഷ്യന്മാരോട് കൂടെ ആയിരിക്കുമ്പോൾ അനവധി വാഗ്ദത്തങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു. यीशु मसीह चेलों के साथ दुनिया में था, तब कई वायदाएं उनके जीवन में दिया था. ആമേൻ. അങ്ങനെ അതിൽ ഒരു വാഗ്ദത്തമായിരുന്നു, ഞാൻ മരിച്ച് അടക്കപ്പെടും, മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അവരോട് പറയുവാനിടയായി. उसमें से एक वायदा था, मैंने मारा जाएगा और तीसरा दिन जी उठाएगा करके एक वायदा उनके जीवन में दिया था. എന്നാൽ യേശു അടക്കപ്പെട്ട് കഴിയുമ്പോൾ, लेकिन यीशु मसीह को गाड़ा गया, इसके बाद ആമേൻ, പീലാത്തോസിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് മഹാപുരോഹിതന്മാരും പരീശന്മാരും പറയുന്ന ഒരു വിഷയമുണ്ട്. पिलातुस के पास जाकर महायाजक लोग और फरीसी लोग एक बात कहते हैं. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിന്റെ 62 തൊട്ട് താഴോട്ടുള്ള ഭാഗങ്ങൾ, ആ ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. मत्ती का सुसमाचार 27 अध्याय की 62 से लेकर नीचे उस बात हम देख सकते हैं. അവിടെ അവര് പിലാത്തോസിനോട് ഇങ്ങനെ ഒരു പദം പറയുമ്പോൾ അതെന്റെ അകത്ത് ചിലപ്പോൾ ഇങ്ങനെ വേദനിക്കാറുണ്ട്. वो पिलातुस के पास जाकर ऐसा एक बात बोलते हैं, तब मन के अंदर थोड़ा दुख होते हैं. ആമേൻ. കാരണം എന്റെ യേശുവിനെ അവര് സംബോധന ചെയ്യുന്ന ഒരു പേര് അവിടെ കാണുമ്പോൾ ഇടയ്ക്ക് ഞാൻ വേദനപ്പെടാറുണ്ട്. यीशु मसीह के बारे में उन लोग बोलने वाले एक नाम उधर सुनते हैं, तब मन के अंदर वेदना दर्द होते हैं. അതിന്റെ 63-ാമത്തെ വാക്യത്തിലാണ് അവർ ഇങ്ങനെ പറയുന്നത്. इसके 63 आयत में वो बात देख सकते हैं. ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർക്കുമെന്ന് പറഞ്ഞു. वो भरमाने वाला जीवित रहा था, तब मैं तीसरा दिन जी उठागा करके बताया था. ആമേൻ. ഇത് കേട്ട പിലാത്തോസ് പറഞ്ഞു, നിങ്ങൾക്കാവുന്ന വിധത്തില് അതിനെ ഭദ്രമാക്കിക്കൊള്ളാൻ പറഞ്ഞു. इसे सुनकर पिलातुस ने उनको बोला था कि तुमको कैसा रखवाली कर सकते हैं वैसा रखवाली करो. ആമേൻ. അവരാൾ കഴിയുന്ന വിധത്തിൽ അതിനെ ഭദ്രമാക്കി അതിനെ ഉറപ്പിപ്പാൻ തക്കൊണ്ടിടയാക്കി. उनसे जैसा होते हैं वैसा ही उन लोग उसको रखवाली करने के लिए काम किया. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് അന്നത്തെ ഒരു യേശു പുറത്തു വരാതിരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ലോക്ക്ഡൌൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. मेरा भाषा में बोला हो तो उस दिन की समय यीशु मसीह बाहर नहीं आना, इसलिए उस समय का एक लॉकडाउन था. എന്നാൽ ഒരു കാര്യം എനിക്ക് ദൈവജനത്തോട് ഒരു ദൈവിക ദൂത് ഈ വിഷയത്തിലൂടെ കൈമാറുവാനായിട്ടുണ്ട്. लेकिन परमेश्वर की एक वाणी में आप लोगों को देना चाहता हूँ. ആമേൻ. കാരണം മറ്റൊന്നുമല്ല, कारण दूसरा कुछ नहीं है. എന്നോടും നിങ്ങളോടും അനവധി ദൈവിക ആലോചനകൾ ദൈവം നമുക്ക് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. मुझसे और आपको कई वायदाएं परमेश्वर हमको दिया हुआ है. ഈ വാഗ്ദത്തങ്ങളൊന്നും പുറത്തു വരാതിരിക്കുവാൻ ഇന്നും പൈശാചിക മണ്ഡലങ്ങൾ അതിനെ അടച്ച് ഭദ്രമാക്കുവാൻ വളരെ ശക്തമായി പരിശ്രമിക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. आज भी अंधकार की ताकत ये सब वायदाओं को बाहर नहीं आना, इसलिए हमको रोकने के लिए, बंद करने के लिए कोशिश करते हैं. അതുകൊണ്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ വാഗ്ദത്തങ്ങളെ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നന്മകളെ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതികളെ തകർക്കുവാൻ പൈശാചിക മണ്ഡലങ്ങൾക്ക് അവസരം കൊടുക്കാതെ നാം ജാഗ്രതയോടായിരിക്കണം. इसलिए हम यही बात करना है कि हमारे लिए परमेश्वर ने रखा हुआ वायदा, आशीष, भलाइयों को, बात को शैतान कभी रोकना नहीं, इसलिए प्रार्थना के साथ आगे बढ़ना है. എന്നാൽ യഹൂദന്മാരുടെ പ്രതീക്ഷയെ അല്ലെങ്കിൽ ഇവരുടെ ഈ ഉറപ്പിച്ചു വെച്ച കലറയെ ഭേദിച്ച് യേശു 3-ാം നാൾ പറഞ്ഞ വാഗ്ദത്തം പോലെ പുറത്തു വരുവാനിടയായി. लेकिन यहूदी लोगों को उम्मीदों को तोड़कर यीशु मसीह जैसे कहा था वैसा तीसरी दिन खबर को तोड़कर बाहर आ गया. അവൻ പുറത്ത് ഉയർത്തെഴുന്നേറ്റ യേശു जी उठा हुआ यीशु मसीह അവൻ പിന്നീട് ശിഷ്യന്മാരെ എല്ലാം പോയി കണ്ടവരെ ധൈര്യപ്പെടുത്തുമെന്ന്. चेले लोगों के पास जाकर उनको हिम्मत दिलाया. യേശുവിന് മനസ്സിലായി അവരെ ഇങ്ങനെ വിട്ട പറ്റത്തില്ല. यीशु मसीह को समझ में आया कि इनको वैसा छोड़ा तो अच्छा नहीं होता. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അവർ പരാജയപ്പെടുന്നവരായി മാറുകയും, छोटा छोटा बात में भी उनका मन व्याकुल हो जाते हैं. ഞാൻ പല കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടും അവർക്ക് ഉറപ്പും ധൈര്യവും ഇതുവരെ വന്നിട്ടില്ല. मैं कई बातों उनको समझाया, फिर भी उनको हिम्मत खो
चुका है। എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളെ യെരൂശലേം വിട്ടുപോകാതെ ഇവിടെ ഒരുമിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായി കാത്തിരിക്കണമെന്ന് പറഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നു. इसके बाद यीशु मसीह ने उनको बोला है कि यरूशलेम को ना छोड़ते हुए पवित्र आत्मा पाने के लिए बाट जोते रहना। ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, आज दिन के समय मुझे सुनने वाला परमेश्वर की बच्चों, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുവിന്റെ പാദപീഠം മാത്രമേ ഉള്ളൂ. हमारे जीवन में आने वाला हर एक समस्याओं के लिए हल हमारा प्रभु यीशु मसीह का चरण पर ही है। ആമേൻ. ഇവിടെ ഭയപ്പെട്ട് ഓടി ഒളിച്ച ശിഷ്യന്മാരോട് അവരേകദേശം ബാക്കിയുള്ള ആളുകളോട് ചേർന്ന് 120 ആളുകള് അവിടെ ഒന്നിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായി ഓരോ റൂമിനുള്ളിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. इधर डर के मारे भाग गया तो चेले लोग परमेश्वर यीशु मसीह का कहने के अनुसार एक रूम के अंदर लगभग 120 लोग इकट्ठा होकर प्रार्थना करने लगा। മറ്റുള്ളവരെ ഭയപ്പെട്ട് അടച്ച റൂമിനുള്ളിലാണ് അവരായിരിക്കുന്നത്. दूसरा लोगों को डर के अपना एक कमरे के अंदर बंद की रूम में रखा है। അത് മറ്റൊരു ലോക്ക്ഡൌൺ ആണെന്ന് ഞാൻ അങ്ങ് ചിന്തിക്കുക. और दूसरा एक लॉकडाउन करके मैंने समझ जाता हूँ। ആമേൻ. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ ആമേൻ അവരെ ആളുമാറിയവരെ പോലെ പുറത്തു വരുവാനിടയായി. लेकिन पवित्र आत्मा उनके जीवन में उतर कर आया, तब उनके जीवन में एक बड़ा बदलाव हुआ है। എനിക്ക് എന്റെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട്, ദൈവദാസന്മാരോട്, പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ള ഓരോ സന്ദേശമുണ്ട്. मेरे को ये मेरा वचन सुनने वाला परमेश्वर की बच्चों, परमेश्वर के दास लोगों को बोलने के लिए एक बात है कि ഈ ഒരു അവസരം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിന്റെ പാദപീഠത്തിൽ സമയം കണ്ടെത്തി മുട്ടുമടക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ उള്ള ഒരു അവസരമാണ്. ये समय ऐसा है कि परमेश्वर की उपस्थिति में बैठकर प्रार्थना करने के लिए, वचन मनन करने के लिए एक अवसर परमेश्वर दिया हुआ है। ആമേൻ. ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ് നമ്മൾ പുറത്തു വരുമ്പോൾ, इस लॉकडाउन के बाद हम बाहर आते समय കഴിഞ്ഞ നാളുകളെ ശുശ്രൂഷയല്ല, ഒരു പുതിയ അനുഭവത്തിലുള്ള ഒരു ശുശ്രൂഷ ചെയ്യുവാൻ നമ്മെ അത് ഉപയോഗിക്കണം. पिछले सालों में दिनों में जैसा सेवकाई किया वैसा नहीं, एक नया बल के साथ सेवकाई करने के लिए परमेश्वर मदद करे। ആമേൻ. ആമേൻ. ഇവിടെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ആവശ്യത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. इधर यीशु मसीह अपने चेले लोगों को बताया उस विषय की ओर अपन ध्यान रखेंगे। ആമേൻ. അവരോട് പറയാണ്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. उनको बताया तुमको संसार में क्लेश होता है। ആമേൻ. എങ്കിലും ധൈര്യപ്പെടണം. तो भी ढाढ़स बांधो, ഞാൻ ലോകത്തെ ജയിച്ചു. मैं संसार के ऊपर जय पाया है। ആമേൻ. ലോകത്തെ എങ്ങനെ ജയിക്കാൻ പറ്റും എന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. दुनिया के ऊपर कैसे जय पाएगा, इसके लिए मैंने 1-2 बात और बोलना चाहता हूँ। ആമേൻ. ലോകത്തെ നമുക്ക് ജയിക്കണമെങ്കിൽ दुनिया के ऊपर हमको जय पाना है तो കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നേ പറ്റത്തുള്ളൂ. परमेश्वर की उपस्थिति में बैठना ही पड़ेगा। ആമേൻ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ദൈവദാസന പൗലോസ് ഇങ്ങനെ പറയുന്നു, एफेसियों के पत्री 6वें अध्याय की 10वीं आयत में पौलुस ने वैसा सिखा रहे हैं, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. प्रभु में और उसकी शक्ति के प्रभाव में बलवंत रहना। എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന ഈ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബലപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ. परमेश्वर की उपस्थिति में बैठकर शक्ति प्राप्त होते हुए हमको शक्ति प्राप्त कर सकते हैं। ആമേൻ. ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ മുട്ടുമടക്കണം. संसार के ऊपर जय पाना है तो प्रार्थना के साथ ही आगे जीवन बिताना पड़ेगा। ഇത് മനസ്സിലാക്കിയ പൗലോസ് ഫിലിപ്പിയ ലേഖനം 4:13 ഇങ്ങനെ പറയുന്നുണ്ട്, ये समझा हुआ पौलुस ने फिलिपियों की पत्री 4:13 में ऐसा बताते हैं, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. जो मुझे सामर्थ देता है उसमें मैं सब कुछ कर सकता हूँ। ആ വാക്യത്തില് അത് എടുത്തു പറയുന്നുണ്ട്, ഞാൻ സ്വയം ശക്തനാകുവാൻ എന്റെ ഇഷ്ടപ്രകാരമല്ല പോയത്, എന്നെ ശക്തനാക്കിയത് ഒരുവനുണ്ടെന്ന്. उस आयत में भी ऐसा हम देख सकते हैं कि मैं अपना आप सामर्थ लेने के लिए नहीं हो सकता, लेकिन मुझे सामर्थ देने वाला एक व्यक्ति है। അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളോ, നഷ്ടങ്ങളോ, വേദനകളോ, പ്രയാസങ്ങളോ,
ദുഃഖങ്ങളോ ഒരുപക്ഷെ കടന്നു വരുമ്പോൾ हमारे जीवन में कष्ट मुसीबत खतरा परिस्थिति आते समय അവൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ നമ്മൾ തയ്യാറാണ്. परमेश्वर की उपस्थिति में बैठने के लिए हम तैयार होना है। അവൻ ദൈവ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. परमेश्वर की उपस्थिति में बैठे समय परमेश्वर हमसे बात करते हैं। 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. 2 कोरिन्थी 12वें अध्याय की 9 और 10 आयत में एक बात बताते हैं। താൻ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ उन्होंने एक खास विषय के लिए परमेश्वर की उपस्थिति में प्रार्थना करते आ रहा था। അവൻ ദൈവശബ്ദം പൗലോസോട് പറയുകയാണ്, परमेश्वर की आवाज परमेश्वर से बात कर रहे हैं कि എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. मेरा अनुग्रह तेरे लिए काफी है क्योंकि मेरी सामर्थ निर्बलता में सिद्ध होती जाती है। ഇവിടെ പൗലോസ് പറയാണ്, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് इसलिए पौलुस ने बताते हैं मसीह की सामर्थ मुझ में छाया करने के लिए ഞാൻ അതിസന്തോഷത്തോടെ കൂടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. मैं बड़े आनंद के साथ अपनी निर्बलताओं पर भी गमन करूंगा। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു പക്ഷേ എനിക്കറിയാം, ലോക്ക്ഡൌണിന്റെ ബന്ധത്തിൽ इन दिनों में लॉकडाउन की अवसर पर പല പ്രശ്നങ്ങള് നാം അഭിമുഖീകരിക്കുന്നു. कई परेशानियों से हम गुजर कर जेल कर जा रहे हैं। ഒരു പക്ഷെ ജോലി നഷ്ടപ്പെട്ട അനേകരും നമ്മുടെ മധ്യയുണ്ട്. शायद नौकरी खो गया वैसा बहुत सारे लोग होगा। അനേക ദൈവദാസന്മാർ ആരാധന പ്രാർത്ഥന കൂട്ടായ്മകളില്ലാത്തത് കൊണ്ട് അതിൻ്റെതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. आराधना प्रार्थना संगति नहीं है इसलिए कई सेवक लोग भी परेशान में रहते हैं। സാമ്പത്തികമായി വളരെ കഷ്ടം അനുഭവിക്കുന്നവർ അനേക ദൈവദാസന്മാരെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. आर्थिक समस्या में गुजर रहे ऐसा कई सेवक लोग भी है। ആമേൻ. ഇതിന്റെ മധ്യേ നമുക്ക് ആശ്രയിക്കുവാനും ആശ്വസിക്കുവാനും ഉള്ള ഒരേ ഒരു ഇടമയുള്ളൂ കർത്താവിന്റെ പാദപീഠം. इसके बीच में हमको आश्रय रखने के लिए एक ही जगह है प्रभु यीशु मसीह की चरण पर। ആമേൻ. അതുകൊണ്ടാണ് താൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന പൗലോസ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന തന്റെ നിജപുത്രനായ തിമോഥെയോസിന്റെ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. पौलुस ने विश्वास में लेके आया तीमुथियुस को एक बात बताते हैं। 2 തിമോഥെയോസിന്റെ 2-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം. दूसरा तिमोथी 2 अध्याय की पहले की आयत, എന്റെ മകനെ യേശു ക്രിസ്തുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. परमेश्वर की ओर से जो अनुग्रह उसमें शक्ति प्राप्त करना। ഈ ഒരു പ്രത്യേക പ്രതിസന്ധി നാം തരണം ചെയ്യണമെങ്കിൽ ये ऐसा खतरा परिस्थिति को हम झेलना है तो ദൈവത്തിന്റെ പാദപീഠത്തിൽ താണിരിക്കാതെ നമുക്ക് രക്ഷ. परमेश्वर की उपस्थिति में ना बैठा तो नहीं हो सकता। അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, इसलिए यशायाह नबी की पुस्तक 40 अध्याय की 31 आयत में ऐसा बताते हैं, യഹോവേ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും, परमेश्वर को बाढ़ छोड़ने वाला नया शक्ति प्राप्त करेंगे। അവൻ കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരും. हुक्का की नहीं उड़ेंगे। അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു സാരമെന്ന് ചോദിച്ചാൽ, मैं बोलने का तात्पर्य यही है कि ഒന്ന്, നമ്മൾ ഈ പ്രതിസന്ധിയെ ജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ലോകത്തെ ജയിക്കണമെങ്കിൽ हम संसार के ऊपर जय पाना है तो इस परेशानी के ऊपर पार होना है तो ദൈവത്തിന്റെ കൃപ നമുക്കുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. परमेश्वर की अनुग्रह हम पर है तो भी हो सकते हैं। ആ കൃപ നമുക്ക് അവിടെ ഇവിടെ ഒന്നും കിട്ടത്തില്ല. അവന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കാത്ത കാലത്തോളം അത് നമുക്ക് ലഭിക്കത്തില്ല. वो अनुग्रह हमको इधर उधर से नहीं मिलते हैं, परमेश्वर की चरण पर घुटना टेकेगा तो ही मिलते हैं। അതുകൊണ്ട് അതിനായി ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് സമർപ്പിച്ച് സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാകും. इस बातों के लिए हम दिनों में अपना घुटना टेक समर्पण करके आगे बढ़ना जरूरी है। ആമീൻ. നമുക്കറിയാം, ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ ഒന്നാമത് നമ്മൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കി इस പറ്റും. संसार के ऊपर जय पाना है तो परमेश्वर की सन्मुख पर घुटना टेकना जरूरी है। അടുത്തത് നമ്മൾ ദൈവമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു യാത്ര, ഒരു അടുപ്പം നമുക്കുണ്ടായിരിക്കണം. परमेश्वर के साथ एक संगति होना चाहिए। ദൈവമായുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ परमेश्वर की निकट रहना बोला हो तो യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് അടുത്ത് വന്നാൽ ഞാൻ നിങ്ങളോടും അടുത്ത് വരും. याकूब की पत्री में वैसा बोलते तुम मेरे पास आओ मैं तुम्हारे पास भी आऊंगे।
യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന് 9-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ योशुआ की किताब अगले अध्याय की 9वीं आयत में हम पढ़ेगा तो ദൈവത്തിന്റെ ദാസൻ കർത്താവ് യോശുവോട് ഒരു കാര്യം പറയുന്നുണ്ട്. परमेश्वर योशुआ से एक बात कहते हैं, ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്നോടും കൂടി ഇരിക്കും. मैं मूसा के साथ जैसे रहेगा वैसा तुम्हारे साथ भी रहूंगा. ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, 9वीं आयत में वैसा बताते हैं, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടി ഉള്ളത് കൊണ്ട് तेरा परमेश्वर यहोवा तू जगह कहीं जाए तेरे साथ है, इसलिए നീ ഉറപ്പും ധൈര്യം ഉള്ളവനായിരിക്കാം. तो हिम्मत बांधो और दृढ़ बनते रहो. ഭയപ്പെടരുത്, मत डर, ഭ്രമിക്കരുത്. घबराना मत. ആമീൻ. ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. मैं तेरे साथ हूँ करके परमेश्वर हमको भी अगुवाई दिया है. ഈ ദൈവം നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ परमेश्वर हमारे साथ रहना है तो ആമീൻ അതിന്റെ 5, 6, 7 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചെങ്കിലേ പറ്റൂ. उसकी 5, 6, 7 आयत हम देखे हो तो मालूम पड़ेगा. അവിടെ ഇങ്ങനെയാ പറയുന്നത്, ഈ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. उधर ऐसा बताते हैं, इस वजन छोड़कर तुम आगे पीछे दाएं बाएं ना मुड़ना. എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നതനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചാൽ ഈ ലോകത്ത് നീ പരാജയപ്പെടത്തില്ല. इसका मतलब ये है कि परमेश्वर जैसा बोलते हैं ऐसा आपका जीवन विधाए तो इस दुनिया में आप कभी हार नहीं होगा. ഈ ലോകത്തിൽ നിന്റെ ജീവിതത്തിൽ പ്രശ്നം വന്നാൽ അതിനു മുമ്പ് നീ തളർന്നു പോകുവാൻ ദൈവം इस അനുവദിക്കത്തില്ല. दुनिया के सामने आपके एक परेशानी आए तो उसके सामने आप निराश ना होएंगे. ആമീൻ. ലോകത്തെ ജയിക്കുവാൻ അടുത്തതായി വേണ്ടത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കഴിഞ്ഞ നാളുകളെക്കാൾ ഒന്നും കൂടി പവർഫുൾ ആയി മാറ്റും. संसार के ऊपर जय पाना है तो हमारे पिछले उनका प्रार्थना के और अधिक प्रार्थना करना चाहिए. എന്നെ ചിന്തിപ്പിച്ച ഒരു കർത്തദാസനെ കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. मेरे मन में एक परमेश्वर की दास की कुछ बातें आ रही, वो बात मैंने बोलना चाहता हूँ. ഒരു രാജ്യത്തിലെ പ്രതിസന്ധി കണ്ട, एक राज्य की कुछ परेशानी की अवस्था दे, ദൈവത്തിന് വിരോധമായുള്ള പ്രവർത്തനം കണ്ട്, परमेश्वर के विरोध जो काम करते वो बात देकर ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ അകത്തളങ്ങളിൽ ഇങ്ങനെ തീ അങ്ങ് കത്തുവാൻ ചെയ്യാം. प्रार्थना करने वाले एक भक्त के अंदर आग लगने लगा. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. അദ്ദേഹം ഇത് കണ്ടപ്പോൾ അദ്ദേഹം ഒരു വാക്ക് വിളിച്ചു പറയുവാനിടയായി. उन्होंने वो बात देकर एक बात बताया. അത് പ്രാർത്ഥനാ മനുഷ്യനാണോ നീ പറയുന്നത് സംഭവിക്കുന്നതൊക്കെ തീരും. तू प्रार्थना करने वाला है तो तू जो भी बोले वो वैसा ही हो जाएगा. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലാണ് ആ ദേവദാസനെ നമുക്ക് കാണുവാൻ കഴിയും. पहले राजा की पुस्तक 17वीं अध्याय में उस बात हम देख सकते हैं. ആമീൻ. അദ്ദേഹം അവിടെ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, उन्होंने उधर वैसा बताते हैं, ഞാൻ പറയാതെ ഈ ആണ്ടില് മഞ്ഞും മഴയും ദേശത്ത് ഉണ്ടാവുകയില്ല എന്ന്. जब तक मैंने ना बोले तब तक पानी ना बरसा देंगे करके उन्होंने बताया. ആമീൻ. ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം. हम एक बात समझना है कि ദേശത്തിന്റെ പാപം കണ്ട്, देश की पाप को देखकर, ലോകത്തിന്റെ പാപം കണ്ട് दुनिया की पाप को देखकर അകം കത്തുന്ന ആയിരങ്ങൾ ഇന്നും ഈ ലോകത്തിലുണ്ടെന്നേ. अंदर दुख उठाने वाला कई लोग दुनिया में ഒന്നുകൂടി है. ഞാൻ വിളിച്ചു പറയട്ടെ, एक और बार मैंने बोलना चाहता हूँ, ആത്മമണ്ഡലങ്ങളിൽ പോലും ആലയ പാപ ലോകത്തിൽ ജീവിക്കുന്ന ആയിരങ്ങൾ ഇന്നും ഉണ്ടെന്നേ. आत्मीय अवस्था में भी कई लोग पाव में जीवन बिताते हैं. ഒരു പക്ഷെ ഞാനും നിങ്ങളും ദൈവദാസന്മാർ പലതും കണ്ട് ഒരു പക്ഷെ കണ്ണടച്ചിക്കുന്നുണ്ടായിരിക്കാം. मैं और आप कई परमेश्वर की दास लोग कई बात देखकर आंख बंद करता होगा. നമ്മൾ കണ്ണടച്ചാല് സ്വർഗത്തിന് കണ്ണടയ്ക്കാൻ പറ്റത്തില്ലമേ. हम आंख बंद कर सकते हैं लेकिन परमेश्वर कभी आंख बंद नहीं करेगा. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയൊരു സംഭവം ഈ ലോകത്തിൽ സംഭവിച്ചെന്ന് നാം മറക്കരുത്. इसलिए इस शताब्दी में ऐसा एक बात दुनिया में आया, इस बात हम कभी भूलना नहीं. അതുകൊണ്ട് ദൈവദാസന്മാരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ദിവസങ്ങൾ മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്കാൻ നാം തയ്യാറായിക്കൊള്ളുക. इसलिए परमेश्वर की दास लोग प्रार्थना के साथ परमेश्वर की उपस्थिति में घुटना टेकर परमेश्वर की ओर देके पुकारने के लिए तैयार होइए. പാപത്തിനെതിരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽപ്പാൻ നാം തയ്യാറാകണം. जीवन जाने तक पाप के विरोध खड़ा होने के लिए तैयार होना है. ആമീൻ. ദൈവദാസൻ വിളിച്ചു പറഞ്ഞപ്പോൾ അതേ പ്രതിസന്ധി അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായി. परमेश्वर की दास इस बात उन्होंने बताया लेकिन उसी परिस्थिति उनके जीवन में आ गया. ദേശത്ത് ക്ഷാമം ഉണ്ടായി. देश में अकाल आ गया. ആമീൻ. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. आर्थिक समस्या आ गया. ആഹാരം കിട്ടാനില്ലാതായി. खाना नहीं मिला. എല്ലാ പ്രശ്നങ്ങളും ദേശത്തുണ്ടായി. कई समस्या देश में आने लगा. ആ പ്രശ്നത്വം ആമീൻ ഹല്ലേലൂയ അതിന്റെ മധ്യയും കർത്താവിന്റെ ദാസന് ആമീൻ അതിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു.
उसकी वो परेशानी के ऊपर भी परमेश्वर की दास को भी आमने सामने करना पड़ा। പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം അയലവരുടെ പറഞ്ഞ് കെരൂത്തോട്ടിലേക്ക് പോകുവാൻ. ये परमेश्वर ने एलिया को बताया तो केरूत नाली की ओर जा. ഇന്ന് പകലില് കെരൂത്തോട്ടിന്റെ അനുഭവത്തിലായിരിക്കുന്ന അനേക കർത്തദാസന്മാരെ കേൾക്കുന്നുണ്ടാകാം. कई परमेश्वर की दास लोग केरूत नाली की समान अवस्था में जाता होगा. കർത്താവ് പറഞ്ഞിട്ടാണല്ലോ ഞാൻ എല്ലാം കളഞ്ഞിട്ട് ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിച്ചെന്ന് ചിന്ത ഒരുപക്ഷെ നമ്മളിൽ ഉണ്ടാകും. परमेश्वर का कहा इसलिए मैंने सब छोड़कर सेवकाई के लिए निकल पड़ा ऐसा बोलने वाला होगा. എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ നന്മകൾ കൊടുക്കുവാനുള്ള സ്ഥിതി എന്റെ കയ്യിലില്ലല്ലോ എന്ന ചിന്ത ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകാം. मेरे परिवार को संभालने के लिए जो भी चाहिए मेरे पास नहीं है ऐसा विचार में होगा. എന്നാൽ എന്റെ ചിന്ത ഞാൻ പറയട്ടെ, കെരൂത്തോട്ടിലായിരുന്ന ദൈവദാസന ഏലിയാവ് അലസനായി അവിടെ ഇരിക്കുകയല്ലായിരുന്നു. केरीत नोली में जो बैठा था, जो प्रभु की दास ने आलसी के रूप में उधर नहीं बैठा था. അപ്പോഴും അദ്ദേഹവും ദൈവമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധമുണ്ടായിരുന്നു. उधर भी परमेश्वर के साथ एक संबंध में रहता था. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? കെരൂത്തോട്ടിലേക്ക് അടുത്ത് തന്നെ അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ദൈവം അവിടെ എത്തിച്ചു കൊടുക്കുവാനിടയായി. इसलिए केरीत नाली के सामने भी उनको जो जो जरूरत था तमाम बातों को परमेश्वर प्रबंध करके दिया. ദൈവമായിട്ടല്ലേ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലാണോ? ദൈവമായി അടുത്ത ബന്ധമുള്ള ദൈവത്തിലാണോ? ये तो प्रार्थना करने वाले हैं क्या? परमेश्वर के नजदीक रहने वाला है क्या? നിന്റെ പ്രശ്നത്തിന് പരിഹാരമായി സ്വർഗം ദൂതനെ അയക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല ദൈവത്തിന് മക്കളെ. आपका परेशानी के लिए हल करने के लिए परमेश्वर अपने स्वर्गदूतों को भेजेगा, इसके लिए कोई संदेह नहीं है. ഒരു വർഷം ലോക്ക്ഡൌണുടെ ബന്ധത്തിൽ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന നൂറുകണക്കിന് ഭക്തന്മാര് ഈ ലോകത്തിൽ ഒരു വർഷം ഉണ്ടായെന്ന് വന്നേക്കാം. एक लॉकडाउन के बारे में कई समस्या झेल कर जा रहे कई भक्त लोग होगा. ആമേൻ ഹല്ലേലൂയ. ഏലിയ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ആ വിഷയം തന്റെയും ജീവിതത്തിൽ താനും അഭിമുഖീകരിക്കേണ്ടി വന്നു. एलिया ऐसा बोला इसलिए उसी समस्या उनके जीवन में होकर झेलना पड़ा. യേശു പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുക. यीशु मसीह वैसा बताया, दुनिया में तुमको क्लेश है तो भी ढाढ़स बांधो. ഞാൻ ലോകത്തെ ജയിച്ചതാണ്. मैं संसार के ऊपर जय पाया है. ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവരും ലോകത്തെ ജയിക്കുമെന്ന്. मुझ पर विश्वास करने वाला भी संसार के ऊपर जय पाएंगे. ആമേൻ. നിങ്ങളെ ഞാൻ വിട്ടിട്ട് പോകുന്നവനല്ല. तुमको मैं अनाथ कभी नहीं छोड़ेगा. ഉയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യന്മാരെ കൂട്ടിവരുത്തി. जी उठने के बाद यीशु मसीह चेले लोगों को इकट्ठा किया. ആമേൻ ഹല്ലേലൂയ. അവരോട് പറയുവാൻ തക്കണ പിടിയാച്ചേർന്നു. उनको ऐसा बताया, നിങ്ങൾ ഹല്ലേലൂയ ആമേൻ ആമേൻ ലോകത്തിലേക്ക് കടന്നുപോയി ആമേൻ ഹല്ലേലൂയ സുവിശേഷം അറിയിക്കുവാൻ. तुम संसार में जाके सुसमाचार बताओ. ആമേൻ അവരോട് പറയുവാനിടയാച്ചേർന്നു. ഹല്ലേലൂയ ആമേൻ ആമേൻ സ്വർഗ്ഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. और पृथ्वी पर और स्वर्ग में सारे अधिकार मुझे दिया गया है. നിങ്ങൾ സുവിശേഷം അറിയിച്ച് സകലരെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. सुसमाचार बता के सारे जाति लोगों को मेरा चेला बनाओ. ഇത്രയും പറഞ്ഞവരെ അങ്ങ് വിടുകയല്ല. इतना बोलकर उनको छोड़ा नहीं. എന്നിട്ട് യേശു അവരോട് പറഞ്ഞു, यीशु मसीह उनको बताया, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ. दुनिया की अंत तक मैं तुम्हारा साथ साथ रहूंगा. ഈ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലും ये ऐसा खतरा परिस्थिति में भी ദൈവത്തിലെ നീ ഒരു വർഷം ഭാരപ്പെടുന്നുണ്ടാകും. आप कई परेशान में होगा. ഒരു വർഷം നീ പ്രയാസപ്പെടുന്നുണ്ടാകും. आप प्रयास दुख में होगा. ഒരു പക്ഷെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ കഴിയാതെ ഒരു പക്ഷെ കുഴയുന്ന അവസ്ഥയിലായിരിക്കും. क्या करना है सोचकर ऐसा इधर उधर जाता होगा. എന്നാൽ എന്റെ യേശു പറയുകയാണ്, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടി. लेकिन मेरा यीशु मसीह वैसा बताते हैं, दुनिया की आखिरी समय तक मैं तेरा संग रहूंगा. ഞാൻ നിന്നെ കൈവിടുകയില്ല. मैं तुमको छोड़ेगा नहीं. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. मैं तुमको त्यागेगा नहीं. ഇന്ന് പകൽക്കാലം നാം തയ്യാറാണോ? आज दिन की समय आप तैयार हो? ആ യേശുവിന്റെ കൈകളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും. उस यीशु मसीह के हाथों में अपने आप को समर्पण कीजिए. അവൻ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് പറഞ്ഞ യേശുവിനോടൊന്ന് ചേർന്ന് നിൽക്കുവാൻ. दुनिया में हमको क्लेश है बोलकर यीशु मसीह के साथ रहने के लिए അവൻ ആ കഷ്ടത്തിൽ നിന്ന് എങ്ങനെ ജയിക്കണമെന്ന് യേശു നമ്മോട് പറഞ്ഞിട്ടില്ലേ? उस क्लेश में से कैसे पार होना है यीशु मसीह हमको बता के दिया. അത് ജയിക്കുവാനുള്ള ഒരു പാതി ഒന്നവന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കും. वो जय पाने के लिए पगले बात यीशु मसीह के चरण पर घुटना टेकना. അടുത്തവന്റെ വചനപ്രകാരം നമ്മുടെ ജീവിതം നയിക്കുക. उनकी वचन के आधार पर अपने जीवन को आगे बढ़ाइए. അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നാം പ്രാപിക്കുക. पवित्र आत्मा की सामर्थ्य हम पाइए. ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ വാക്കോട് അവസാനിപ്പിക്കുന്നു. आज दिन की समय मेरे समाप्त
माफ करना चाहता हूँ। എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, मुझे सुनने वाला परमेश्वर की बच्चों, നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ യേശുവിന് കഴിയും. हमारे जीवन की हर एक समस्या के लिए हल करने के लिए परमेश्वर को हो सकते हैं। ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ हम പോകുന്നു. आपके लिए प्रार्थना करने के लिए जा रहे हैं। പ്രാർത്ഥിക്കുന്ന ദൈവവേദന ഒരിക്കലും അലലിയെ കൈവിടുന്നവനല്ല നമ്മുടെ കർത്താവ്. प्रार्थना करने वाला परमेश्वर को, भक्तों को परमेश्वर कभी त्यागेगा नहीं। 138 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 138 भजन संगीता का 3रा आयत में वैसा बताते हैं, ഞാൻ വിളിച്ചപേക്ഷിച്ച നാള് നീ എനിക്ക് ഉത്തരം അരുളി. जिस दिन मैंने पुकारा उस दिन तूने मेरी सुनी, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. मेरा अंदर बल देकर मुझे हिम्मत दिलाया। ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് മടങ്ങി വരുന്ന ഒരു ദിനമായി. आज दिन और भी हम वापस लौट कर आने का दिन होने ആമേൻ, पर, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, इसलिए 2 कोरिन्थी 13 अध्याय की 11 आयत में पौलुस ने वैसा बताते हैं, ഇനി നമ്മൾ നിരാശപ്പെടരുത്. आगे हम निराश नहीं होना। അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, उधर वैसा लिखा है, തീർച്ചയ്ക്ക് സഹോദരന്മാരെ हे भाइयों സന്തോഷിപ്പേ, आनंदित रहो, യഥാസ്ഥാനപ്പെടുവേ, सिद्ध करते जाओ, ആശ്വസിച്ചു കൊള്ളുവേ, ढाढ़स रखो, ഏക മനസ്സുള്ളവരാകുവേ, एक ही मन रखो, സമാധാനത്തോടിരിപ്പീൻ. समाधान या शांति के साथ रखो, എന്നാൽ സ്നേഹത്തിന്റെ സമാധാനത്തിന് ദൈവം നിങ്ങളോട് കൂടിയിരിക്കും. तो प्रेम और शांति का परमेश्वर तुम्हारा साथ रहेगा। നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. हम साथ मिलकर प्रार्थना करेंगे। പരിശുദ്ധ പിതാവേ, पवित्र परमेश्वर, ഈ വചനത്തിനായി സ്തോത്രം. इस वचन के लिए धन्यवाद करता ഞങ്ങളെ हूँ। ശ്രദ്ധിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. हमको हमारे सुनने वाला परमेश्वर के लोगों के लिए धन्यवाद। ആരെങ്കിലും ഭാരത്തോടെ വേദനമായിരിക്കുന്നു, कोई भी चिंता में वेदना में है तो സ്വർഗ്ഗം അവരെ സഹായിക്കാം. परमेश्वर को मदद ഇന്ന് कीजिए। പകൽക്കാലങ്ങളുടെ കരത്തിൽ അവരെ ഞങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് आपके പ്രാർത്ഥിക്കുന്നു. हाथों में समर्पण करते हुए, आशीष करते हुए प्रार्थना करते हैं। പ്രത്യേകിച്ച് ഈ എലോഹീം ഗ്ലോബൽ മിനിസ്ട്രിയുടെ പ്രവർത്തകരെ ഞങ്ങൾ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. खास तौर पर एलोहिम ग्लोबल मिनिस्ट्री के लिए, उनके काम करने वालों के लिए धन्यवाद करते हैं। കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അലക്സാണ്ടർ കോശ്യൻ കുടുംബത്തെ ദൈവകരത്തിലേക്ക് परमेश्वर की दास पास्टर अलेक्जेंडर कोशी और उनका परिवार के लिए धन्यवाद प्रभु। ആഗ്ര ദൈവസഭയെ ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു आगरा कलीसिया के लिए भी धन्यवाद करते हैं। ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗമിടയാണ്. एक आशीष का कारण होने के लिए परमेश्वर मदद करे। വചനം കേട്ട എല്ലാവരും ഞങ്ങൾ ദൈവകരത്തിലേക്ക് वचन सुनने वाला तमाम लोगों को आपके हाथों में समर्पण करते हैं। പ്രാർത്ഥനകളുടെ സ്തോത്രം प्रार्थना सुना इसलिए धन्यवाद, യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से ആമേൻ, आमीन। ആമേൻ, ആമേൻ.